ഇനി നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനാണ്. അതായത് റെസ്പിറേഷനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്, മെയിൻലി ബ്രെയിൻ. ബ്രെയിനിൽ 2 ഏരിയ ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആൻഡ് പോൺസ് വെറോളി. നമുക്ക് കാണാം, കണ്ടോ? ഇത് പോൺസും ഈ പറയുന്ന പോൺസ് ആൻഡ് ദിസ് ഇസ് മെഡുല്ല. അപ്പോൾ ഈ മെഡുല്ലയും പോൺസുമാണ് നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ന്യൂറൽ സെൻറ്റേഴ്സിൽ വേരിയസ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇനി പറയാൻ പോകുന്നു. റെസ്പിറേറ്ററി സെൻറ്റർ ഉണ്ട്, റെസ്പിറേറ്ററി റിഥം സെൻറ്റർ ഉണ്ട്, ന്യൂമോടാക്സിക് സെൻറ്റർ ഉണ്ട്, അതുപോലെ കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട്. ഈ 3 ഏരിയയും ഒരുമിച്ചാണ് റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി റിഥം സെൻറ്റർ, ന്യൂമോടാക്സിക് സെൻറ്റർ ആൻഡ് കീമോ സെൻസിറ്റീവ് ഏരിയ. അപ്പോൾ ആദ്യം നമുക്ക് റെസ്പിറേറ്ററി റിഥം സെൻറ്റേഴ്സ് നോക്കാം. അവിടെ ഇൻസ്പിറേറ്ററി സെൻറ്ററും ഉണ്ടാവും, എക്സ്പിറേറ്ററി സെൻറ്ററും ഉണ്ടാവും. ഈ ഡയഗ്രമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡയഗ്രമാണ് കേട്ടോ. ഇൻസ്പിറേറ്ററി സെൻറ്ററും എക്സ്പിറേറ്ററി സെൻറ്ററും ഉണ്ടാവും. അപ്പോൾ ഈ റെസ്പിറേറ്ററി റിഥം സെൻറ്റർ കാണുന്നത് സാധാരണഗതിയിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലാണ്. എ സ്പെഷ്യലൈസ്ഡ് സെൻറ്റർ seen in the medullary region of brain is called respiratory rhythm center. It is responsible for the rhythmic process of respiration. Respiration ഒരു റിഥം പ്രോസസ്സാണ്. ആ റിഥം പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്? റെസ്പിറേറ്ററി റിഥം സെൻറ്റർ സഹായിക്കുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓക്കെ, അടുത്ത സെൻറ്ററാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. അത് പോൺസ് റീജിയനിലാണ് കാണുന്നത്, പോൺസ് വെറോളി. ആൻഡ് ദറ്റ് കെൻ മോഡറേറ്റ് ദ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൻ്റെ ഫങ്ഷനെ കുറച്ചൊന്ന് മോഡറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന്, ന്യൂമോടാക്സിക് സെൻറ്ററിൽ നിന്ന് ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ അത് ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് ദെയർ ബൈ ഓൾട്ടറിങ് റെസ്പിറേറ്ററി റേറ്റ്. ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷനെ ഓൾട്ടർ ചെയ്തുകൊണ്ട് റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റെസ്പയർ ചെയ്യുന്നു, അതിനാണ് റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെസ്പിറേറ്ററി റേറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ന്യൂമോടാക്സിക് സെൻറ്ററിൽ നിന്ന് വരുന്ന സിഗ്നൽസിനുണ്ട്. അല്ലെങ്കിൽ ഇമ്പൾസിനുണ്ട്. ഇനി അടുത്ത ഏരിയയാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഈ കീമോ സെൻസിറ്റീവ് ഏരിയ കാണുന്നത് റെസ്പിറേറ്ററി സെൻറ്ററിന് വളരെ അടുത്താണ്. റെസ്പിറേറ്ററി റിഥം സെൻറ്ററിന് വളരെ അടുത്തായിട്ടിരിക്കുന്നതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. The increasing concentration of carbon dioxide and hydrogen H+ activates this center, which in turn signals the rhythm center. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയോ അല്ലെങ്കിൽ H+ൻ്റെയോ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അത് ഈ സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെൻറ്റർ എന്ത് ചെയ്യും? റിഥം സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. റെസ്പിറേറ്ററി റിഥം സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ റിസെപ്റ്റേഴ്സ് ഇൻ അയോട്ടിക് ആർച്ച് ആൻഡ് കറോട്ടിഡ് ആർട്ടറി ഓൾസോ റെക്കഗ്നൈസ് ചേഞ്ചസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ concentration and send signals to the rhythm centers. അയോട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറിയിലും ഒക്കെ ഉള്ള റെസ്പിറേറ്ററി റിസെപ്റ്റേഴ്സും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് H+ൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് അവരുടെ സിഗ്നൽസ് റിഥം സെൻറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് റെഗുലേഷൻ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണ് റെഗുലേഷൻ, അതായത് റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ റിഥം, ആ താളക്രമം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം, അതിനെയൊക്കെ ഓൾട്ടർ ചെയ്യുന്ന പ്രോസസ്സാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും ഏതൊക്കെ പാർട്ടാണെന്നാണ് ആദ്യം നോക്കിയത്. പോൺസ് വെറോളി ആൻഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇനി റെസ്പിറേറ്ററി സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ റെസ്പിറേറ്ററി റിഥം സെൻറ്റർ, പിന്നെ ന്യൂമോടാക്സിക് സെൻറ്റർ ആൻഡ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇത്രയുമാണ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ്. അപ്പോൾ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെയാണ്, എവിടേക്കാണ് അതിൻ്റെ സെൻറ്റേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റെസ്പിറേറ്ററി റിഥം സെൻറ്റർ ഉണ്ട്,
മെഡുല്ലയിൽ ന്യൂമോടാക്സിക് സെൻറ്റർ ഉണ്ട് പോൺസിൽ. പിന്നെ ഉള്ളത് കീമോ സെൻസിറ്റീവ് ഏരിയ ആണ്. റെസ്പിറേറ്ററി റിഥം സെൻറ്റർ എന്തിനാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? റെസ്പിറേഷൻ്റെ റിഥത്തിനെ. അതായത് റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൽ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ എക്സ്പിറേഷൻ്റെ ആ റിഥം താളക്രമം അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? റെസ്പിറേറ്ററി റിഥം സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്ത ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സീൻ ഇൻ പോൺസ്. ഇറ്റ് മോഡറേറ്റ് ദ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൻ്റെ ഫങ്ഷൻസിനെ മോഡറേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതാണ് ആര് ചെയ്യുന്നത്? ന്യൂമോടാക്സിക് സെൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂമോടാക്സിക് സെൻറ്ററിൽ നിന്ന് ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ, ഒരു സിഗ്നൽ വരികയാണെങ്കിൽ അത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ഓഫ് ഗ്യാസസ്. ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷനെ കുറയ്ക്കും. അതായത് വേഗം ഇൻസ്പിറേഷൻ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റെസ്പിറേറ്ററി റേറ്റ് കൂടും. വേഗം ഇൻസ്പിറേഷൻ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആവശ്യം ശരീരത്തിന് കൂടുതലായി വരുന്നു. അല്ലെങ്കിൽ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ൻ്റെയും കോൺസെൻട്രേഷൻ കൂടുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇൻസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടേണ്ടി വരിക. അപ്പോൾ അതിനുള്ള സിഗ്നൽ കൊടുക്കാൻ ന്യൂമോടാക്സിക് സെൻറ്ററിന് പറ്റും. അടുത്ത ലാസ്റ്റുള്ള ഏരിയ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അത് ഈ റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടാണ് കാണുന്നത്, മെഡുല്ലയിൽ തന്നെ. The increase in concentration of carbon dioxide and H+ activates this center, which in turn signals the rhythm center. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ൻ്റെയും ഒക്കെ എമൗണ്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കീമോ സെൻസിറ്റീവ് ഏരിയ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ആക്ടിവേറ്റ് ചെയ്യും. ഏതിൻ്റെയൊക്കെ? H+ൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും H+നെയും എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എൻഹാൻസ് ചെയ്യപ്പെടും. അതായത് ഇൻസ്പിറേഷൻ്റെ എണ്ണം കൂട്ടും, എക്സ്പിറേഷൻ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെയും H+നെയും എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. അതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ ചെയ്യുന്നത്. അടുത്തത് അടുത്ത റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറിയിലുമാണ്. അതൊക്കെ ബ്ലഡ് വെസൽസ് ആണ്. അവിടെയുള്ള റിസപ്റ്റേഴ്സിന് എന്ത് ചെയ്യും? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ൻ്റെയും കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് അതും റെസ്പിറേറ്ററി റിഥം സെൻറ്ററിലേക്ക് സിഗ്നൽസിനെ കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റോൾ ഓഫ് ഓക്സിജൻ ഇൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി റിഥം ഇസ് ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഓക്സിജൻ്റെ റോളെന്ന് പറഞ്ഞാൽ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവൻ ആരുടെ റോളാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ൻ്റെയും റോളാണ്. കാർബൺ ഡൈ ഓക്സൈഡും H+ഉം കൂടുമ്പോഴാണ് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ബോഡി നോക്കുക. അപ്പോഴാണ് ഈ പറയുന്ന സെൻറ്റേഴ്സൊക്കെ ആക്ടിവേറ്റഡ് ആവും. അടുത്ത് വരുന്നത് ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസീസസ്. ഫസ്റ്റ് വണ്ണാണ് ആസ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ്. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, എന്നിട്ട് ആങ്ങി ശ്വാസം എടുക്കേണ്ടി വരിക. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ്. ബ്രോങ്കൈയിലും ബ്രോങ്ക്യൂൾസിലും ഒക്കെ ഇൻഫ്ലമേഷൻ, നീർവീക്കം വരുമ്പോഴാണ് ആസ്മ ഉണ്ടാകുന്നത്. നോക്കിയേ, അപ്പോൾ നോർമലായിട്ടുള്ള എയർ പാസേജ് അവിടെ ഉണ്ടാവില്ല. ഇവിടെ നോക്കിയേ, സാധാരണ ഒരു എയർവേ കാണിച്ചിട്ടുണ്ട്. ആസ്മാറ്റിക് എയർവേ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ആ ല്യൂമൻ, അതായത് ഗ്യാസ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ല്യൂമൻ, റിലാക്സ്ഡ് സ്മൂത്ത് മസിൽസാണ്. ആ ല്യൂമൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ആസ്മയുടെ അറ്റാക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മസിൽസ് ടൈറ്റ് ഉണ്ടാവും. നോക്കൂ, ഈ ഭാഗത്ത് മസിൽസ് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ എയർ ആൽവിയോളായി ട്രാപ്ഡ് ആവും. അതായത് ഇനഫ് എയർ നമുക്ക് കിട്ടുന്നില്ല. അതാണ് ആസ്മ എന്ന് പറയുന്നത്. അടുത്താണ് എംഫിസീമ എന്ന് പറയുന്നത്. എംഫിസീമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ്ഡ്. ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽവിയോളയുടെ വാൾസ് ഡാമേജ് ആകുന്നു. നമുക്കറിയാം ആൽവിയോളയുടെ വാൾസ് വഴിയാണ് എന്ത് നടക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ഡിഫ്യൂഷൻ നടക്കുന്നത്.
അപ്പോൾ ആൽവിയോളയുടെ വോൾ ഡാമേജ്ഡ് ആയിക്കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഡിക്രീസസ് റെസ്പിറേറ്ററി സർഫസ്. അപ്പോൾ റെസ്പിറേഷൻ നടക്കുന്ന സർഫസ് വളരെയധികം കുറയും. മേജർ കോസസ് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എൻ്റെ ഒരു മേജർ കോസ് എന്ന് പറയുന്നത് എംഫിസീമയുടെ. ഇതാണ് അഫക്റ്റഡ് ആയിട്ടുള്ള ലങ്സ് കാണിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഇത് നോർമലായിട്ടുള്ള ഈ നടുക്ക് കാണുന്നതാണ് നോർമലായിട്ടുള്ള ആൽവിയോള എന്ന് പറയുന്നത്. അത് ന്യൂമോണിയൊക്കെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ആൽവിയോളയുടെ വോൾസൊക്കെ തിക്കൻഡ് ആവും, എഡീമ വരും, അവിടെ നീർവീക്കം, അവിടുത്തെ ഫ്ലൂയിഡ് ഡിസ്ചാർജൊക്കെ വന്ന് തിക്കൻഡ് ആവാൻ തുടങ്ങും. അതുപോലെ എംഫിസീമ എന്ന് പറയുന്ന ഡിസീസ് വരികയാണെങ്കിൽ ആൽവിയോളയുടെ വാൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യും, വാൾസ് ഡാമേജ് ആവും. ഇനി അടുത്ത് വിടുന്ന ഗ്രൂപ്പാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അതായത് ചില ജോലിയുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. സർട്ടൺ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് സോ മച്ച് ഡസ്റ്റ്. ചില ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായ പൊടി ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഡിഫെൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. നമ്മുടെ ബോഡിക്കൊരു നോർമൽ ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. കുറച്ചൊക്കെ ഡസ്റ്റിനെ ബോഡി എന്ത് ചെയ്യും? ഉള്ളിലേക്ക്, ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഉള്ളിലേക്കൊന്നും കടത്താതെ സൂക്ഷിക്കും. പക്ഷേ ഒരു പരിധിയിലധികമായാൽ നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം ഫെയിലിയർ ആവും. അത് ഒരു സിറ്റുവേഷനാണ്. പിന്നെ ലോങ് എക്സ്പോഷർ കോസസ് ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ് ദാറ്റ് ഈസ് പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. അപ്പോൾ വളരെ അധികം സമയം ഇങ്ങനെ എക്സ്പോഷർ നടന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ഇൻഫ്ലമേഷൻ ഉണ്ടാവും, എന്നിട്ട് ഫൈബ്രോസിസ് ഉണ്ടാവും. അതായത് ഫൈബ്രസ് ടിഷ്യൂ വളരെ അധികമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിനൊക്കെ വേണ്ടി തന്നിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഫൈബേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ അധികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ ലങ് ഡാമേജ്. അപ്പോൾ ലങ് ഡാമേജ്. വർക്കേഴ്സ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് മാസ്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മാസ്കൊക്കെ ധരിക്കണം. ആസ്ബറ്റോസിസ് അതുപോലെ സിലിക്കോസിസ് എന്നൊക്കെ പറയുന്ന ഡിസീസൊക്കെ ഈ ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ ഭാഗം അവസാനിച്ചു. ഏതൊക്കെയായിരുന്നു? ആസ്മ, എംഫിസീമ, പിന്നെ ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ആസ്മ വരുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്, കോസിങ് വീസിങ്, ശ്വാസം മുട്ട് എന്നുള്ള അവസ്ഥ. അതിന് കാരണം ബ്രോങ്കിയോൾസിൻ്റെയൊക്കെ ഇൻഫ്ലമേഷൻ. അപ്പോൾ ആ എയർ പാസേജ് വളരെ കുറഞ്ഞ് എയർ മര്യാദയ്ക്ക് ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല, ഇനഫ് എയർ നമുക്ക് കിട്ടുന്നില്ല. അടുത്തത് എംഫിസീമ എന്ന് പറയുമ്പോൾ ആൽവിയോളയുടെ വാൾസ് ഡാമേജ് ആവുന്നു, റെസ്പിറേറ്ററി സർഫസ് വളരെയധികം കുറയുന്നു. അത് സ്മോക്കിംഗ് ഒക്കെയാണ് കൂടുതൽ കാരണമായിട്ട് വരുന്നത്. പിന്നെ ഒക്കുപേഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജോലികളുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ആയിട്ട് ഡസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്ബറ്റോസിൻ്റെ ഡസ്റ്റ് അങ്ങനത്തെ സബ്സ്റ്റൻസുമായിട്ടുള്ള കണ്ടിന്യൂസ് എക്സ്പോഷർ, അപ്പോഴും ലങ് ഡാമേജ് നടക്കും. ഇത്രയുമാണ് നമ്മുടെ റെസ്പിറേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ.